എല്ലാവർക്കും മറ്റൊരു വീഡിയോയിൽ സംബന്ധിച്ചവരെ നമ്മളിന്ന് റിയാക്ട് ചെയ്യാമാണ് കരവളി എന്ന് പറയുന്ന ഏതോ ഒരു മൂവി പടം മലയാളമൊന്നുമല്ല, തെലുങ്ക് ദേശത്തെ കന്നഡ ദേശത്തെ ഏതൊരു ചിത്രമാണ്. സോ എന്തായാലും അതിൻ്റെ ഒരു ഒഫീഷ്യൽ ട്രെയിലർ ഇങ്ങനെ വന്ന് കിടപ്പുണ്ട്. സംഭവം തമ്പനയിലൊക്കെ കണ്ടപ്പോൾ സംഭവം ഇച്ചിരി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. സോ അങ്ങനെയാണ് എൻ്റെ അറ്റൻഷൻ അത് ക്യാച്ച് ചെയ്തത്. സോ എന്തായാലും നിങ്ങളുടെ അറ്റൻഷൻ ഇത് ക്യാച്ച് ചെയ്യില്ലെങ്കിൽ നമുക്കൊന്ന് കണ്ടു നോക്കാം, എന്നിട്ട് നമുക്ക് ഇതിനെപ്പറ്റി സംസാരിക്കാം. കാരണം എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയില്ല, നായികനെ അറിയില്ല. തെലുങ്കാണ്, അതുകൊണ്ട് ക്യാപ്ഷൻ ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. നോക്കട്ടെ. ക്യാപ്ഷൻ ഉണ്ട്, ഭാഗ്യം. ക്വാളിറ്റി ഒന്നും ഇല്ലേ? എന്തിട്ടത്? കന്നഡ ടു ഇംഗ്ലീഷ് സബ് ടൈറ്റിൽ. ഓക്കെ കന്നഡ ഞാൻ പറഞ്ഞല്ലോ, കന്നഡ തന്നെ. ഓക്കെ നമുക്ക് 4K മതി, അല്ലെങ്കിൽ ഒന്നും കാണാൻ പറ്റത്തില്ല. ഓക്കെ, മ്യൂസിക് ഓൺ ആനന്ദ് ആഡിയോ. ഓ ಒಳ್ಳ ಕಾಳಪೂರಿ ഇവര് മറ്റേ നമ്മുടെ കാന്താരയ്ക്കൊക്കെ ശേഷം ഏകദേശം ആ ഒരു രീതിയിലൊക്കെ ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്യാൻ നോക്കുന്നുണ്ട് കേട്ടോ. ಅದರಿಂದ 70 ಮೈಲ್ ದೂರದ ಕರಾವಳಿಯಲ್ಲಿ ಕರಾವಳಿಗೂ ಮಧ್ಯದಲ್ಲಿ ಇದ್ದದ್ದು ಒಂದು ಕುರ್ಚಿ. KVN ആണ് കേട്ടോ. ಅನೌನ್ಸ್ ಮಾಡೋ ರಂಟೆ ಮಗನಿಗೆ ಕೆರ ತಗೊಂಡು ಹೊಡಿಬೇಕಲ್ಲ. ಎಂತಾಯ್ತು? ಎಂತ ಸಾಗ್ಲಿಲ್ಲ. ಇಲ್ಲಿವರೆಗೆ ಮುಂದೆ ಹೀಗೆ ಮಾಡುದ ಭಾರ ಒಂದು ಸಲ ಸಹ ಗೆದ್ದಿರ್ಲಿಲ್ಲ. ನೀವು ಬಂದ ಮೇಲೆ ಗೆದ್ದಾಗೆ ಆಯ್ತು ನೋಡಿ. ಹಲೋ ಮೇಡಮ್, ದನ ಅಂತ ಬೈಯುದು ಎಂತ? ನೀವು ನನ್ನ ಬಾವಿಗೆ ಹಾಕುದಾ? ನಿಮ್ಮ ಹತ್ರ ಯಾರು ಮಾತಾಡಿದ್ರು? കണ്ടിട്ട് ഞാൻ കിട്ടുന്നില്ല, ಪೂಜಾ ಹಟ್ಟಿ പോലെ തോന്നിയാ. ಆಯ್ತಲ್ಲ, ನಿಮ್ಮದು ಹಸು ಸಿಗ್ಲೇ ಇಲ್ಲಲ್ಲ ಮಾತ್ರ. ನಿಮಗೆ ಗೆಲುವು ಸಿಕ್ಕಿದ ಮೇಲೆ ನನಗೆ ಭೂಮಿ ಸಿಗುದಿಲ್ವಾ? ಸಿಗ್ತಾಳೆ ಬಿಡಿ. ಕಾಡಲ್ಲಿ ಚಿರತೆ, ಕಂಬಳದಲ್ಲಿ ಮಾವೀರ, ಸಮ ಅಲ್ಲ ಇದು ಆರಿದು. ಇವರಿಗೆ ಭೂಮಿಗಿಂತ ಕೋಣಗಳ ಮೇಲೆ ಮನಸ್ಸು ಜಾಸ್ತಿ ಇತ್ತು ಕಾಣ್ತದೆ. ಒಮ್ಮೊಮ್ಮೆ ನೋಡಿದ ತಕ್ಷಣ ಕರ್ಕೊಂಬರೋ ಮನ್ಸಾಗ್ತದೆ. ಇವರಿಗೂ ಒಂದು ಜೋಡಿ ಆಗ್ಬೇಕು, ಮದುವೆ ಆಗ್ಬೇಕು, ಮಕ್ಕಳಾಗಿ ಸಂಸಾರ ಮಾಡ್ಬೇಕು ಅಂತ ಒಂದು ಸಹ ಇಲ್ಲ ಅಲ್ಲ. ಮೃತ್ಯು ಕಂಬಳ ನಿಂತು 30 ವರ್ಷ ಆಯ್ತು. ಎನ್ನ ಸಿನಿಮೆ ಅಂತುವ 30 ವರ್ಷಗಳ ಹಿಂದೆ ನಿಂತ ಕಂಬಳದ ಗದ್ದೆಯ ಕೆಸರಿಗೆ ರಕ್ತದ ದಾಹ, ಪ್ರತಿಕಾರದ ಮೋಹ, ಪ್ರತಿಷ್ಠೆಯ ಕುರ್ಚಿಯ ಗೆದ್ದಲಿನ ಹುತ್ತಕ್ಕೆ ಹಾವಿನ ಆಗಮನ. ಕಾಟಿಕಾಳ ಬಾವಿ ನೋಡುತ್ತಿದ್ದ ಕೋಣಗಳ ಮೇಲೆ ಹೆಸರಿಟ್ಟೇನಾ? ಇಷ್ಟು ವರ್ಷ ದೊಡ್ಡವರ ಜೊತೆ ಇದ್ದ ಮಾಬಲ ಮಾವೀರ ನೋಡು, ಈಗ ಅವರೆದುರು ನಿಂತಿದ್ದಾರೆ. ಕೋಟಿ ಚೆನ್ನಯ್ಯ ಕಂಬಳ ಆಯ್ಲಿ, ಸೋಲುಕ ಸಾಯುಕ ಅನ್ನೋದು ಅಷ್ಟಮಂಗಲದಲ್ಲೇ ತೀರ್ಮಾನ ಆಯ್ಲಿ. ಈ ಕೆಸರಿಗೋಸ್ಕರ ಉಸಿರು ಬಿಟ್ಟವರೇ ಜಾಸ್ತಿ. ತಲೆಮಾರುಗಳು ಹುಟ್ಟುವುದಕ್ಕಿಂತ ಮುಂಚೆಯೇ ವೈರತ್ವ ಹುಟ್ಟಿದೆ. ಇದು ಮುಗಿಯದ ವೈರತ್ವದ ಮುಂದುವರೆದ ಅಧ್ಯಾಯ. മനസ്സിലാവണല്ലോ. ട്രെയിലർ കട്ടൊന്നും രക്ഷയില്ല കേട്ടോ. കിട്ടില്ല സാധനം. ഇവരെ ട്രെയിലർ കട്ട് വന്നു മാരകം. പടം എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ട്രെയിലർ കട്ട് രക്ഷയില്ല കേട്ടോ. നല്ല രസമുണ്ട്, കാരണം കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഒരു ഇതുണ്ട്. കാരണം രാജ്വി ഷെട്ടി ഇല്ല, ഇവന്മാരെല്ലാം ഈ ഡാർക്ക് നേച്ചറിലാണ് കേട്ടോ എടുക്കുന്നത്. പക്ഷെ അത് നല്ല കിഡിലായിട്ട് എടുത്ത് വെച്ചിട്ടുമുണ്ട്. ഭയങ്കര ക്വാളിറ്റി, ഇവരെ ഫ്രെയിംസും കാര്യങ്ങളും എല്ലാം കാണാൻ നല്ല ക്വാളിറ്റി ഉണ്ട്. ഒരു രക്ഷയില്ല കൈസ്. എന്തായാലും നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. കൂടുതൽ എനിക്ക് പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ, കാരണം ഈ പടത്തെപ്പറ്റി നമുക്ക് വലിയ അറിവൊന്നുമില്ല. പക്ഷേ ട്രെയിലർ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു 5-ൽ നമുക്കൊരു 4 അല്ലെങ്കിൽ 3.5 കൊടുക്കാം. നൈസ് വൺ. സോ ഗൈസ്, ഇതുപോലത്തുള്ള വീഡിയോസൊക്കെ വേണമെങ്കിൽ ഒരു ലൈക്കൊക്കെ അടിച്ചോ. ഇനിയിപ്പോൾ വെറുതെ അവിടെ ഇരിക്കുകയല്ലേ, ഒരു ലൈക്കിൽ ഞെക്കിട്ട് പോയാൽ പോരെ. സോ ഒരു ലൈക്ക് കുത്തിയരേ, പറ്റുവാണെങ്കിൽ ഒന്ന് ഷെയറൊക്കെ ചെയ്തരേ, പിന്നെ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്ബടിച്ചരേ. സോ എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.